ശ്രീകൃഷ്ണ ലീല നാരദ കംസ സംവാദം. അരിഷ്ടാസുരന്റെ വധം കണ്ട് സന്തുഷ്ടനായ നാരദൻ കംസന്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. കംസന്റെ മനസ്സിൽ കൃഷ്ണനോടുള്ള വിരോധം ഒന്നുകൂടി ചൂടുപിടിപ്പിക്കുകയായിരുന്നു നാരദന്റെ ഉദ്ദേശം. അതിനായി അദ്ദേഹം രാമകൃഷ്ണന്മാരുടെ യഥാർത്ഥ കഥകളൊക്കെ കംസനെ അറിയിച്ചു. കൃഷ്ണൻ തീർച്ചയായും അങ്ങയെ കൊല്ലും, അതിന് സംശയമൊന്നുമില്ല. അശരീരിയിൽ കേട്ടത് ഒരിക്കലും തെറ്റുകയില്ല. അതിന് തെളിവല്ല ഇത്രയും ഭീകരമായ അസുരന്മാരൊക്കെ നിഗ്രഹപ്പെട്ടത്. അങ്ങയെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ കൃഷ്ണനെ വധിക്കാൻ നോക്കിയാണ് വേണ്ടത്. അങ്ങനെയൊക്കെ പറഞ്ഞ കംസനെ ഉത്തേജിതനാക്കിയിട്ട് നാരദൻ യാത്രയായി. നാരദന്റെ വാക്കുകൾ കേട്ട കംസൻ കോപിഷ്ഠനായി. അപ്പോൾ തന്നെ വസുദേവരെയും ദേവകിയെയും ചങ്ങലയിൽ ബന്ധിക്കാൻ കംസൻ കൽപ്പന കൊടുത്തു. ജരാസന്ധൻ, വിവിധൻ, ബാണൻ എന്നീ തുടങ്ങിയ ബന്ധുക്കൾ കംസനെ സമാധാനിപ്പിച്ചു. അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞങ്ങളൊക്കെ അങ്ങയുടെ കൂടെ ഇല്ലേ? ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞെങ്കിലും കംസന് സമാധാനം കിട്ടിയില്ല. ഏതായാലും രാമകൃഷ്ണന്മാരെ വകവരുത്തുന്നതാണ് നല്ലതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. രാമനെയും കൃഷ്ണനെയും വധിക്കാൻ അവർ ഒരു പുതിയ ഉപായം കണ്ടുപിടിച്ചു. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ചാപപൂജ നടത്തുക, അതിൽ പങ്കെടുക്കാൻ രാമകൃഷ്ണന്മാരെ ക്ഷണിക്കുക. ധനുസ്സിൽ ശിവനെ ആവാഹിച്ച് മന്ത്രതന്ത്രങ്ങളെ പൂജിക്കുന്ന ശിവപ്രീതികരമായ യാഗമാണ് ധനുയാഗം. അതിൽ പങ്കെടുക്കാൻ എത്തുന്ന രാമനെയും കൃഷ്ണനെയും മുഷ്ടികൻ, ചരുണൻ എന്നീ അസുരന്മാർ മുഷ്ടിയുദ്ധത്തിൽ തോൽപ്പിച്ച് വധിക്കണം. മല്ലയുദ്ധം കാണാനെത്തുന്ന ജനങ്ങൾക്ക് താമസിക്കാൻ മാളികയും മറ്റു സൗകര്യങ്ങളും ഒരുക്കാൻ കൽപ്പനയായി. കംസന്റെ ഭീകരനായ മതയാനയെയും തയ്യാറാക്കി നിർത്താൻ തീരുമാനിച്ചു. മല്ലയുദ്ധത്തിൽ കൃഷ്ണൻ ജയിച്ചാൽ ഈ മതയാനെ കൊണ്ട് കുത്തിക്കൊല്ലണം. ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് കംസൻ തൻ്റെ ബന്ധുക്കളായ അക്രൂരനെ വിളിച്ചു വരുത്തി. കംസൻ അക്രൂരനെ ചേർത്ത് പിടിച്ച് മധുരവാക്കുകളാൽ ഇങ്ങനെ പറഞ്ഞു: നന്ദപുത്രനായ കൃഷ്ണൻ എൻ്റെ കാലനാകുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉപായം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ നീ ഗോകുലത്തിൽ പോകണം. എന്നിട്ട് നന്ദഗോപാലനെയും ഗോകുല നിവാസികളെയും രാമകൃഷ്ണന്മാരെയും കൂട്ടിക്കൊണ്ടുവരണം. പൂജയ്ക്കാവശ്യമായ പാല്, നെയ്യ്, തൈര് തുടങ്ങിയവയൊന്ന് അവരോട് എടുക്കാൻ പറയണം. ഇന്ന് തന്നെ അവരെയെല്ലാം കൊണ്ടുവരണം. അതിനായി നീ എൻ്റെ തേര് തന്നെ കൊണ്ടുപോക്കോളൂ. അവർ ഇവിടെ എത്തിയാൽ ഉടനെ തന്നെ അവരെ മല്ലയുദ്ധത്തിൽ കൊല്ലാം. അവൻ്റെ കഥ കഴിഞ്ഞ വസുദേവരെയും അവൻ്റെ ബന്ധുക്കളെയും വധിക്കാം. എന്നിട്ട് വേണം പടുവൃദ്ധനായിട്ടും രാജഭരണം കുതിക്കുന്ന ഉഗ്രസേനനെ വധിക്കാൻ. ഉഗ്രസേനൻ എൻ്റെ പിതാവുമൊന്നുമല്ല. ആ കഥ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കംസൻ അക്രൂരനോട് ആ കഥ വിവരിക്കാൻ തുടങ്ങി. എൻ്റെ മാതാവ് രജസ്വലയായിരുന്നപ്പോൾ സഖികളോടൊത്ത് ഉദ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ദ്രമിളൻ എന്ന ഗന്ധർവൻ ആ വഴിക്ക് വന്നു. സുന്ദരിയായ അവളെ കണ്ട് മോഹിച്ച ഗന്ധർവൻ ഉഗ്രസേനൻ്റെ വേഷം ധരിച്ച് അവളെ പ്രാപിച്ചു. വിവരം മനസ്സിലാക്കിയ മാതാവ് ഗന്ധർവനോട് കോപിച്ച് ഇങ്ങനെ പറഞ്ഞു: ദുഷ്ടനായ നീ ലജ്ജയില്ലാതെ ഇങ്ങനെ അപരാധം ചെയ്ത് എൻ്റെ പാതിവൃത്തത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. ക്രൂരനായ നീ നരകത്തിൽ പോകുമെന്ന് സംശയിക്കേണ്ട. അത് കേട്ട ഗന്ധർവൻ പറഞ്ഞു: ദേവന്മാരുടെ കൂട്ടത്തിൽ ഉത്തമനായ ഞാൻ സുന്ദരിയായ ദേവശ്രീകൾ പോലും കുതിക്കുന്ന ഗന്ധർവനാണ്. ജന്മമരണങ്ങളുള്ള മനുഷ്യശ്രീകളായ നിങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള ഗന്ധർവന്മാരുമായി ബന്ധമുണ്ടാകുന്നത് നല്ലതിനാണെന്ന് കരുതിയാൽ മതി. നിനക്ക് അപൂർവമായി കിട്ടിയ ഒരു ഭാഗ്യമാണെന്ന് കരുതി സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ദ്രമിളൻ്റെ വാക്കുകേട്ട് സുന്ദരി വീണ്ടും പറഞ്ഞു: ദിക്പാലകരെയും ആകാശ സൂര്യചന്ദ്രന്മാരെയും ധിക്കരിച്ച് അങ്ങ് മലിനമാക്കിയിരിക്കുന്ന എന്നെ ഈ സന്ധ്യാസമയത്ത് അതിക്രമിച്ചത് ശരിയാണോ എന്നാണ് പറയുന്നത്. ദ്രമിളഞ്ചു പറഞ്ഞു: അല്ലയോ സുന്ദരി, നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്? ദേവന്മാർ മനുഷ്യശ്രീകളുമായി സംഗമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനാൽ നിനക്ക് ഒരു പുത്രൻ ഉണ്ടാകും. അവൻ മഹാധീരനും വീരപരാക്രമിയും രാജാവുമായി തീരും. ഇത് കേട്ട് കുമാരി കോപിഷ്ഠയായി ഇങ്ങനെ ശാപവാക്കുകൾ ഉര ചെയ്തു: നിന്ദിതനായ നിന്റെ പുത്രൻ എനിക്കുണ്ടായ എൻ്റെ ഭർത്താവിൻ്റെ വംശത്തിൽപ്പെട്ട ഒരുവനാൽ തന്നെ അവൻ വധിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊള്ളുക. ദുഷ്ട. ഇത്രയും പറഞ്ഞു നിർത്തി കംസൻ അക്രൂരനോട് പറഞ്ഞു: അങ്ങനെ ഉണ്ടായതാണ് ഞാൻ. മാതാപിതാക്കളുടെ സ്നേഹമെന്തെന്നറിയാതെ കർമ്മഫലം കൊണ്ട് എങ്ങനെയൊക്കെയോ വളർന്നു. ഞാൻ ഗന്ധർവവംശത്തിൽപ്പെട്ടതാണെന്ന് നീ മനസ്സിലാക്കണം. ഇതൊക്കെ എന്നോട് നാരദൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഉഗ്രസേനനെ കൊല്ലുന്നതിൽ എനിക്ക് പാപമൊന്നുമില്ല. എൻ്റെ ശത്രുക്കളെയൊക്കെ കൊന്ന് ഞാൻ രാജാവായി സ്വൈര്യമായി സമാധാനമായി ജീവിക്കാൻ നീ എന്നെ സഹായിക്കണം.
നീ ഇന്ന് തന്നെ നന്ദാദികളെയും രാമകൃഷ്ണന്മാരെയും കൊണ്ടുവരണം. കംസൻ്റെ വാക്കുകൾ കേട്ട് അക്രൂരൻ പറഞ്ഞു, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ഞാൻ ഗോകുലത്തേക്ക് പോവാം. ഭഗവാന്റെ കൃപയില്ലാതെ ഒന്നും സാധ്യമല്ലെന്ന് അങ്ങ് അറിയണം. അങ്ങയുടെ കാര്യത്തിനായി കഴിയും വിധം ഞാൻ പരിശ്രമിക്കാം. പിന്നെ എല്ലാം അങ്ങയുടെ ഭാഗ്യം പോലെ വരും. ഇങ്ങനെ പറഞ്ഞ് അക്രൂരൻ ഗോകുലത്തിലേക്ക് യാത്രയായി. കൃഷ്ണഭക്തനായ അക്രൂരൻ അമ്പാടിയിലെത്തി. കൃഷ്ണനെ കാണാൻ പോകുന്ന താൻ ഭാഗ്യവാനാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ സന്തോഷത്തോടെ അമ്പാടിയിലെത്തിയ അക്രൂരൻ രാമകൃഷ്ണന്മാരോടും നന്ദാദികളോടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പൂജയ്ക്ക് വേണ്ടതായ നെയ്യും പാലും തൈരുമൊക്കെ അവർ മധുരയിലേക്ക് പുറപ്പെട്ടു. അക്രൂരൻ്റെ തേരിലാണ് രാമകൃഷ്ണന്മാർ കയറിയത്. നന്ദാദികൾ മറ്റു വണ്ടികളിലും കയറി. തേരുകൾ ഓരോന്നായി മറഞ്ഞപ്പോൾ തങ്ങളുടെ ജീവിതേശ്വരനായ കണ്ണൻ എന്നേക്കുമായി തങ്ങളെ വിട്ടു പോകുന്നതായി ഗോപികമാർക്ക് തോന്നി. കാർവർണ്ണനില്ലാത്ത ഗോകുലം ചന്ദ്രനില്ലാത്ത ആകാശം പോലെയായി തീർന്നു. കണ്ണൻ അവരെയെല്ലാം സമാധാനിപ്പിച്ചിട്ടാണ് പോയത്. കണ്ണൻ്റെ വാക്കുകൾ ഓർത്ത് അവർ നാളുകൾ കഴിച്ചു കൂട്ടുകയും ദുഃഖം അകറ്റുകയും ചെയ്തു. രാമകൃഷ്ണന്മാരും അക്രൂരനും കാളിന്തി തീരത്തെത്തി. അച്യുതനും ബലരാമനും തേരിൽ നിന്ന് ഇറങ്ങി നദിയിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തി ദാഹം തീർത്ത് തേരിൽ വന്നിരുന്നു. അക്രൂരൻ രഥം ഒരു മരത്തണലിൽ നിർത്തി. എന്നിട്ട് കാളിന്തിയിലിറങ്ങി മുങ്ങി. തനിക്ക് മുകുന്ദനെ കാണാനും അദ്ദേഹം കയറിയ രഥം തെളിക്കുവാനുണ്ടായ ഭാഗ്യം കൈവന്നതേക്കുറിച്ച് ചിന്തിച്ചു. ആ നിമിഷം തന്നെ വെള്ളത്തിനടിയിൽ രാമകൃഷ്ണന്മാരെ കണ്ട് അയാൾ പരിഭ്രമിച്ചു. ഉടനെ തന്നെ വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങി കരയിലേക്ക് നോക്കി. അതാ അവർ രാമകൃഷ്ണന്മാർ തേരിലിരിക്കുന്നു. അക്രൂരൻ വീണ്ടും മുങ്ങി. അപ്പോൾ 1000 ഫണങ്ങളോടുകൂടിയ അനന്തനെയാണ് കണ്ടത്. ഉയർന്ന കൊടുമുടികളോടുകൂടിയ വെളുത്ത പർവ്വതത്തെ പോലെയാണ് അനന്തൻ ശോഭിച്ചത്. പിന്നെ നോക്കിയപ്പോൾ അക്രൂരൻ കണ്ടത് അനന്തനാകുന്ന ഉന്നത ശയ്യയിൽ പാൽക്കടലിൽ ശയിക്കുന്ന യഥാർത്ഥ വിഷ്ണുവിനെയാണ്. സർവാഭരണഭൂഷിതനായി സർവായുധ പാണിയായി ലക്ഷ്മി ദേവിയാലും ഭൂമി ദേവിയാലും പരിസേവിതനായി നാരദനാൽ സ്തുതി ചെയ്യപ്പെട്ട ഭഗവാനെ കണ്ട് അക്രൂരൻ സ്തുതിക്കാൻ തുടങ്ങി. രാമകൃഷ്ണന്മാർ മധുരയിലെത്തി. അവരെ കണ്ട ജനങ്ങളെല്ലാം സന്തോഷിച്ചു. അവർ നന്ദാദികളുടെ സമീപത്തേക്ക് ഓടിയെത്തി. അക്രൂരനോട് രാമകൃഷ്ണന്മാർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എത്തിയ വിവരം അങ്ങ് കംസനെ അറിയിക്കുക. രാവിലെ മധുരാപുരിയിലേക്ക് പുറപ്പെടാം. അപ്പോൾ അക്രൂരൻ പറഞ്ഞു, ദയാനിധനായ അവിടുത്തെ പാദസ്പർശം കൊണ്ട് എൻ്റെ ഗൃഹം അങ്ങ് ശുദ്ധമാക്കണം. അങ്ങയുടെ പാദതീർത്ഥം എൻ്റെ ശിരസിൽ എന്നും ഉണ്ടാക്കണം. നിത്യനായകനായ അങ്ങയുടെ പാദപൂജ ചെയ്ത് നിത്യശാന്തി ലഭിക്കണം. അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. അവിടുന്ന് എൻ്റെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളിയാൽ എനിക്ക് ജന്മസാഫല്യം വരുമെന്ന നിശ്ചയമാണ്. അതിനായി എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു, അങ്ങ് ഉത്തമനിൽ അത്യുത്തമനാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. കംസൻ്റെ കാര്യത്തിനായി വന്നിട്ട് ആ കാര്യം കഴിയാതെ മറ്റെങ്ങും പോകുന്നത് ശരിയല്ല. ദുഷ്ടനായ കംസനെ വധിച്ചിട്ട് ഞാൻ അങ്ങയുടെ ഗൃഹത്തിൽ വന്ന് അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ്. ഇത് കേട്ട് അക്രൂരൻ സന്തോഷത്തോടെ കംസനെ കണ്ട് വിവരങ്ങൾ അറിയിച്ച് സ്വന്തം ഗൃഹത്തിലേക്ക് പോയി.